എല്ലാവർക്കും നമസ്കാരം. യുദ്ധത്തിനെതിരെ സമാധാന സന്ദേശവും പ്രചരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ സി രാവുണ്ണി മാഷ്ടെ നേതൃത്വത്തിൽ കാവിശിക സംഘടിപ്പിക്കുന്ന സമാധാന ജ്വാല യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ഇന്ന് 41ാമത്തെ ദിവസമാണ്. ജൂൺ മാസം 17-ാം തീയതി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്ത് കുരീപ്പുഴ ശ്രീമാരിലൂടെ മറ്റനേകം പ്രതിഭാധനന്മാരിലൂടെ ഓരോ ദിവസവും കടന്ന് ഇന്ന് 41ാമത്തെ ദിവസമാണ് സമാധാന ജ്വാലയുടെ യാത്ര എത്തിച്ചേരുന്നത്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരെ തുടരുന്ന ഈ സന്ദേശ യാത്ര, കാവ്യയാത്ര ഓഗസ്റ്റ് 15-ന് സമാപന കുറിക്കും. ആയിരക്കണക്കിന് കവിതകൾ എഴുതി സമാധാന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടാണ് യുദ്ധവിരുദ്ധ ക്യാമ്പയിന് കാവിശിക നേതൃത്വം കൊടുക്കുന്നത്. ഇന്നത്തെ ഈ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാ സംവിധായകനും കലാകാരനുമായ സജീവൻ അന്തിക്കാടാണ്. KG കണ്ണൻ മാഷാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. മണി ചാവക്കാട് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്. കാവിശികയുടെ നിരവധിയായിട്ടുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ വലിയ ക്യാമ്പയിൻ അതിന് നേതൃത്വം കൊടുക്കുന്നത് ചാക്കോടി അന്തിക്കാടും അജയ് നാരായണനും തുടങ്ങിയ ആളുകളാണ്. മനുഷ്യ വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ സമാധാനത്തിൻ്റെ കൃത്യമായ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടാണ് എഴുത്തുകാരും കലാകാരന്മാരും അടങ്ങുന്ന സംഘം സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. വ്യാപകമായിട്ടുള്ള യുദ്ധക്കെടുതികൾ, യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ, ഹിരോഷിമയും നാഗസാക്കിയും മുതൽ നമുക്ക് അതിൻ്റെ ഭീകരത നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ യുദ്ധം വളരെ ഏറെ തരത്തിൽ പല വിധത്തിൽ നമ്മൾ സാമൂഹിക പ്രക്രിയയിൽ വിനാശകരമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് യുദ്ധത്തിനെതിരായ സമാധാന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നത്. ആയുധങ്ങൾക്ക് പകരം ഇപ്പോൾ വൈറസുകളെ കൊണ്ടുള്ള യുദ്ധങ്ങളാണ് ലോകത്ത്. രാസായുധങ്ങളും ജൈവായുധങ്ങളും പ്രയോഗിച്ചുകൊണ്ട് മാനവകുലത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു വരുന്ന ഇത്തരം യുദ്ധചിന്തകൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അതിൻ്റെ ഭാഗമായിട്ടാണ് കാവിശിക ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഈ സമ്മേളനത്തിലെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ശ്രീ KG കണ്ണൻ മാഷിനെ ഈ 41ാമത് ദിവസത്തിൻ്റെ സമാധാന ജാലയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ദിനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംവിധായകനും സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തനവുമായ സജീവൻ അന്തിക്കാടാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ഈ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്ന മണി ചാവക്കാടിനും സ്നേഹസ്വാഗതം. എല്ലാത്തിനുമൊപ്പം ചരട് നിയന്ത്രിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തെ ആകമാനം മുന്നോട്ട് നയിക്കുന്ന കാവിശികയുടെ രാവുണ്ണി മാഷിനും ഒപ്പം ചാക്കോടി മാഷിനും അജയ് നാരായണൻ മാഷിനും തുടങ്ങിയ കാവിശികയുടെ സജീവ പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് യുദ്ധവിരുദ്ധ സന്ദേശം ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സുഹൃത്തുക്കളെ, കാവിശികയുടെ നേതൃത്വത്തിൽ തുടർന്നു വരുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല ഞായറാഴ്ച ഇന്ന് 41 ദിവസം പിന്നിടുകയാണ്. കേരളത്തിലെ
അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകർ, അതുപോലെ തന്നെ കലാകാരന്മാർ, സിനിമാ സംവിധായകർ, നാടക പ്രവർത്തകർ, കവികൾ, സാഹിത്യകാരന്മാർ, അങ്ങനെ വിവിധതരത്തിലുള്ള ആളുകളാണ് ഈ ജ്വാല ഓരോ ദിവസവും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, അത് ലോകത്തിന് നാശം മാത്രമേ നൽകുള്ളൂ എന്ന ഒരു മുന്നറിയിപ്പാണ്, അങ്ങനെ തിരിച്ചറിവാണ് കൗശിക ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ സംവിധായകൻ ശ്രീ സജീവൻ അന്തിക്കാടാണ്. സിനിമ ഒരു ആശയപ്രചാരണം കൂടി ഭാഗമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നടത്തുന്ന ഒരു സിനിമാ സംവിധായകനാണ് സജീവൻ അന്തിക്കാട്. സാമ്പത്തിക നേട്ടത്തിനപ്പുറത്ത് തൻ്റെ നിലപാടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ട് സിനിമകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സംവിധായകനെ ഈ ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചതിൽ കവിശേരിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ശ്രീ സജീവൻ അന്തിക്കാടിന്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്, ഈ ക്യാമ്പയിൻ, ഇന്നത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിനെതിരെയുള്ള സമാധാന ക്യാമ്പയിൻ എന്നത് ഈ യുദ്ധകാലത്ത് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്നാൽ യുദ്ധം ഒരു തർക്ക വിഷയം കൂടിയാണ്. സമൂഹത്തിൽ അഭിപ്രായം ഉണ്ടാക്കാൻ കഴിവുള്ള ചിന്തകന്മാരാണ് യുദ്ധത്തെപ്പറ്റി ഇന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ചിന്തകന്മാർ പറയുന്നത് യുദ്ധമില്ലാത്ത കാലം എന്നത് ഒരു ഫാൻറ്റസിയാണ്. അതായത് അങ്ങനെ ഒരു കാലം വരില്ലെന്ന് അവർ പറയുന്നു. മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ് യുദ്ധം. ഇന്നലെ അതുണ്ട്, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകും. യുദ്ധമില്ലാത്ത കാലം ഭാവനയിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണെന്ന് അവർ വാദിക്കുന്നു. പണ്ടവർക്ക് മറുപടി പറയാൻ സമാധാനവാദികൾക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം വലിയ മാറ്റമുണ്ടായി. പുരാവസ്തുശാസ്ത്രവും പുരാതന നരവംശശാസ്ത്രവും വളർന്നപ്പോൾ സമാധാനവാദികളെ ശക്തിപ്പെടുത്തുന്ന കണ്ടെത്തലുകൾ ഒരുപാടുണ്ടായി. യുദ്ധാനുകൂല ചിന്തകർ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. യുദ്ധം എന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 14,000 വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിന് തെളിവേ ഇല്ല. ഏറ്റവും മുമ്പ് നടന്ന യുദ്ധത്തിൻ്റെ തെളിവ് സുഡാനിൽ 13,000 വർഷങ്ങൾക്ക് മുമ്പ് ജബൽ സഹായിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ശ്മശാനത്തിൽ നിന്ന് കുറേ അസ്ഥിക്കൂടങ്ങൾ കിട്ടി. എങ്ങനെയാ ഈ പണ്ട് നടന്ന ഗോത്രയുദ്ധങ്ങൾ നമുക്ക് മനസ്സിലാവുക? അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക? അസ്ഥിക്കൂടങ്ങൾ കുറേ കിട്ടി, അത് യുദ്ധത്തിൽ മരിച്ചത് ഏത്, സ്വാഭാവികമായി മരിച്ചതായത് എങ്ങനെയാണ് കണ്ടെത്തുക? എല്ലുകൾ പരിശോധിക്കും. അമ്പെയ്തതിൻ്റെയും മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചതിൻ്റെയും അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം യുദ്ധമാണ് നടന്നതെന്ന്. എന്നാൽ 14,000 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ അസ്ഥിക്കൂടങ്ങളിൽ യുദ്ധം കാണാനില്ല. ഇത് ഒരു പുതിയ അറിവായിരുന്നു. കാരണം മനുഷ്യർ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഹോമോസാപ്പിയൻസ് പരിണമിച്ചുണ്ടായിട്ട് 3 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞു. ഈ ടീമിന് ഇന്നത്തെ ബുദ്ധി വെച്ചിട്ട് 70,000 വർഷങ്ങളായിട്ടുണ്ട്. തുടർന്നവർ ഭാഷ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനവധി വർഷങ്ങൾ ഇവിടെ ഗോത്രങ്ങളായി ജീവിച്ചു. അക്കാലത്ത് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, എന്നാൽ സമാധാനമായിരുന്നു കൂടുതലും. അതുകൊണ്ടാണ് 14,000 വർഷം മുമ്പത്തെ അസ്ഥികൂടങ്ങളിൽ നമുക്ക് കൊലയുടെ അടയാളങ്ങൾ കാണാൻ പറ്റാത്തത്. കൃഷി തുടങ്ങുകയും അത് സംരക്ഷിച്ചില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവും എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് അത് സംരക്ഷിക്കാൻ സൈന്യങ്ങൾ ഉണ്ടായത്. സൈന്യങ്ങൾ ഉണ്ടായ പിന്നെ യുദ്ധം അനിവാര്യമാണല്ലോ. പക്ഷേ യുദ്ധം അനിവാര്യമാണെന്ന് കരുതിയവരെ മാത്രമല്ല ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. 2300 കൊല്ലം മുമ്പ് തന്നെ അഹിംസയുമായി വന്ന ബുദ്ധനെ നമ്മൾ കാണുന്നു. ആ ചിന്താധാരയ്ക്ക് പിന്നിൽ ആളുകൂടി. അപ്പോൾ അതിന് ബദലായി എന്ന രീതിയിൽ യുദ്ധം അനിവാര്യമാണ് എന്ന് പറയുന്ന ശ്രീകൃഷ്ണനെ പോലുള്ള ചിന്തകരെ നമ്മൾ വേറെയും കാണുന്നു. ഭഗവത്ഗീത പോലുള്ള സാഹിത്യങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ പിന്നിലും ആളുകൾ കൂടുന്നുണ്ട്. വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സമാധാനത്തിൻ്റെ വക്താവായി ജീസസ് പ്രത്യക്ഷപ്പെടുന്നു. ആ ആശയത്തിൻ്റെ പിന്നാലെയും ആളുകളെ നമ്മൾ കാണുന്നു. പിന്നീട് യുദ്ധത്തിൻ്റെ അനിവാര്യതയിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം വരുന്നു. അപ്പോൾ സമാധാനത്തിൻ്റെ വക്താവായി മുമ്പ് വന്നിരുന്ന ക്രിസ്ത്യാനിറ്റി വീണ്ടും യുദ്ധത്തിന് തന്നെ പിന്നാലെ തന്നെ പോകുന്നതും നമ്മൾ കാണുന്നു. അങ്ങനെ രക്തത്തിൽ മുങ്ങിക്കുളിച്ച നൂറ്റാണ്ടുകൾ ഒരുപാടുണ്ടാകുന്നു. സമുദ്രയാത്രകൾ, കച്ചവടം, അതിനെ തുടർന്നുണ്ടായ നഗരങ്ങൾ, മുതലാളിത്തത്തിൻ്റെ വളർച്ച, മധ്യവർഗത്തിൻ്റെ ഉദയം, പിന്നെ ഉണ്ടായ ജനാധിപത്യക്രമം, ഇതൊക്കെ വികസിച്ച് വന്നതോടെ വീണ്ടും സമാധാനവാദത്തിന് മുൻകൈ കിട്ടിത്തുടങ്ങി. ഇന്ന് ആധുനിക ഭരണഘടനകളെല്ലാം യുദ്ധത്തെ എതിർക്കുന്നു. ആരുടെ മന്ത്രിസഭയിലും ഇന്ന് യുദ്ധകാര്യങ്ങൾക്കായിട്ട് വകുപ്പില്ല. എല്ലാവർക്കും പ്രതിരോധ വകുപ്പ് മാത്രമേ ഉള്ളൂ. ഈ നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ
പല വികസിത രാജ്യങ്ങളും അടുത്ത 50 വർഷത്തെ ബജറ്റുകൾ പ്ലാൻ ചെയ്തു. അവരൊന്നും യുദ്ധത്തിനുള്ള സാധ്യത കണ്ടിട്ടല്ല ആ ബഡ്ജറ്റുകൾ തയ്യാറാക്കിയത്. വലിയ യുദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന ധാരണയിൽ യുദ്ധാവശ്യങ്ങൾക്കുള്ളത് കുറച്ച് സാമൂഹ്യക്ഷേമത്തിനും ഗവേഷണത്തിനും തുക കൂട്ടിവെച്ചു. പക്ഷേ ഏഷ്യയിലെ പല രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധഭീതിയിൽ തന്നെയാണ്. യൂറോപ്പിൽ റഷ്യയും യുദ്ധത്തിലാണ്. ഇസ്രായേലും പരിപൂർണ സമയവും യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് വീഴാവുന്ന സമ്മർദ്ദങ്ങൾ ഉണ്ട്. പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന ഒരു ഇക്വിലിബ്രിയം വളരെ വളരെ ദുർബലമാണ്. ഏത് നിമിഷവും അത് പൊട്ടാം. പഹൽഗാമിൽ സംഭവിച്ചതുപോലെ കുറച്ച് ഇസ്ലാമിസ്റ്റ് ഭീകരർ വിചാരിച്ചാൽ ഏത് നിമിഷവും അത് പൊട്ടിത്തകരാം. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നയവും ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഏത് ഭീകരാക്രമണവും പാകിസ്ഥാൻ നടത്തുന്ന യുദ്ധമായി കണക്ക് കൂട്ടും എന്നാണ് ഇന്ത്യയുടെ ഇന്നത്തെ നയം. അത് വളരെ അപകടകരമായ ഒരു നയമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഏത് സമയവും യുദ്ധം പ്രതീക്ഷിക്കേണ്ട സ്ഥിതിയിൽ അത് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നു. അതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യർ ഭയന്നാണ് ഇന്ന് ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കാവ്യശിഖയുടെ സമാധാന ജാല എന്ന ക്യാമ്പയിനെ ഉള്ളവൻ നോക്കിക്കാണുന്നത്. ഡോക്ടർ സി രാവുണ്ണിയും ചാക്കോടിയും റീബ പോളും നയിക്കുന്ന ഈ ക്യാമ്പയിനോട് ഒരു സമാധാനവാദി എന്ന നിലയിൽ ഐക്യപ്പെടുന്നതിനോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ കാവ്യശിഖ കുടുംബാംഗങ്ങളെ, കാവ്യശിഖ നടത്തിവരുന്ന കാവ്യശിഖയുടെ അമരക്കാരായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സി രാവുണ്ണി, ചാക്കോടി അന്തിക്കാട് കൺവീനർ, ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന രാവുണ്ണി മാഷ്, മറ്റ് നമ്മുടെ സഹോദരി സഹോദരന്മാരെ, യുദ്ധം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭീതി വലുതാണ്. കാരണം ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? അതെപ്പോഴും എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ പുരാണങ്ങളിലെല്ലാം തന്നെ എഴുതി വച്ച യുദ്ധങ്ങൾ എല്ലാം തന്നെ മനുഷ്യൻ്റെ മനസ്സുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു ആത്മസംഘർഷമാണെന്നാണ് പല നമ്മുടെ ആചാര്യന്മാരും വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഈ സയനിസ്റ്റുകളായ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം നിരവധി കുഞ്ഞുങ്ങളും സ്ത്രീകളും നിരപരാധികളായ കുറേ ജനമനസ്സുകളും ദുരിതം അനുഭവിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ഗാസയിലെല്ലാം ഭക്ഷണം കിട്ടാതെ ഒരു ദിവസം 2 പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2-ൽ കൂടുതൽ പേർ മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഭക്ഷണവും മറ്റു വസ്തുക്കളും സഹായിക്കുന്നവരെ തടയുന്ന ഒരു അവസ്ഥയിലേക്ക് സയനിസ്റ്റുകൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ലോകത്തെ ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ള പല യുദ്ധങ്ങളെക്കാൾ വളരെ മാരകമായ ഒരു രീതിയാണ് സയനിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം നടപ്പാക്കിയ അതേ രീതി തന്നെ നടപ്പാക്കിക്കൊണ്ട് ഒരു ലോക ജനതയെ, ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം യുദ്ധവെറിയന്മാർ, ഫാസിസ്റ്റുകൾ നമ്മുടെ ലോകത്ത് ഇല്ലാതിരിക്കണം. അതിനുള്ള ഒരു പ്രതിഷേധമായി കവിത കൊണ്ട് പ്രതിഷേധിക്കുക എന്ന ഒരു പരിപാടി സത്യത്തിൽ എനിക്ക് തോന്നുന്നു മറ്റൊരിടത്തും കണ്ടു കാണില്ല. കേരളത്തിലെ ഈ ചെറിയ രാജ്യത്തെ ജനങ്ങൾ നന്മയുള്ള ഒരു പ്രവൃത്തിയിലേക്ക് വന്നത്, അതിന് നമുക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ രാവുണ്ണിയേട്ടനും ചാക്കോടി അന്തിക്കാടുമാണ്. നിരവധി എഴുത്തുകാരെ കണ്ടെത്താൻ അവർക്ക് പ്രോത്സാഹനം നൽകാനും നേതൃത്വം നൽകുന്ന ഒരാളാണ് രാവുണ്ണി മാഷ്. രാവുണ്ണി മാഷ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി
സംഘടിപ്പിച്ചത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിരവധി എഴുത്തുകാരെ കാണാൻ സാധിച്ചു. ഇത് 41-ാം ദിവസമാണ്, 6ാം ഘട്ടം. ജൂൺ 17-ന് സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്ത ഈ കാവ്യയാത്ര 41-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇത് ആഗസ്റ്റ് 15 വരെ നീണ്ടുനിൽക്കും. ഇതുപോലെ വാക്കുകൾ കൊണ്ടും കവിതകൾ കൊണ്ടും എല്ലാം പ്രതിഷേധം അറിയിക്കുന്ന വേറിട്ട ഒരു വലിയ പരിപാടി 41-ാം ദിവസം 6ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സിനിമാ സംവിധായകൻ സജീവൻ അന്തിക്കാടിന് എൻ്റെ പേരിലും കാവ്യശിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന്, ഈ 41-ാം ദിവസത്തിന് അധ്യക്ഷത വഹിച്ച കണ്ണൻ KG, സ്വാഗതം ആശംസിച്ച അജിത് കുമാർ നാരായണൻ, അതുപോലെ തന്നെ ഈ സമാധാന ജാലയിൽ കവിതകൾ എഴുതി പങ്കാളികളായ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. സോഷ്യലിസത്തെ കൊന്ന്, സോഷ്യലിസത്തെ ചുട്ടുകൊന്ന് പകലിനെ കൊല്ലുവാൻ ആയുധക്കച്ചവടക്കാർക്ക് ജന്മം നൽകി മതങ്ങൾ. സോഷ്യലിസത്തെ ചുട്ടുകൊന്ന് പകലിനെ കൊല്ലുവാൻ ആയുധക്കച്ചവടക്കാർക്ക് ജന്മം നൽകി മതങ്ങൾ. ഓരോ ആയുധങ്ങളും പരീക്ഷിക്കുമ്പോൾ നിരപരാധികളുടെ ശവം കുന്നുകൂടുന്നു. ഓരോ ആയുധങ്ങളും പരീക്ഷിക്കുമ്പോൾ നിരപരാധികളുടെ ശവം കുന്നുകൂടുന്നു. സാംസ്കാരിക മൂല്യങ്ങൾ മരിക്കുന്നു. സാംസ്കാരിക മൂല്യങ്ങൾ മരിക്കുന്നു. കച്ചവടക്കാർ പൊട്ടിച്ചിരിക്കുന്നു. കച്ചവടക്കാർ പൊട്ടിച്ചിരിക്കുന്നു.